മനസശ്ചേതസാമപി സത്വേന പ്രതിലഭ്യായ. ഈ തത്വം അറിയാൻ എന്താ വഴി? സത്വഗുണം വർദ്ധിപ്പിക്കൂ. എന്താണ്? ഉള്ളിലുള്ള സത്വഗുണത്തെ വർദ്ധിപ്പിക്കും. ഉണ്ട് കുറേശ്ശൊക്കെ, അതെന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കണം. ആഹാരമൊക്കെ ശുദ്ധാക്കുക, കഴിക്കണതും ശുദ്ധാക്കുക. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്കിലൂടെ കഴിക്കണതും ശുദ്ധാക്കുക. അത് സാത്വികമാക്കിയാൽ മെല്ലെ മെല്ലെ ഹൃദയം ശുദ്ധമായാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തെളിയും. അങ്ങനെ സത്വഗുണം കൊണ്ട് തെളിഞ്ഞ് പ്രകാശിക്കുന്നവനും ആണ്. അതല്ല ഈ രജോ ഗുണത്തിൻ്റെ പിന്നാലെ പോകുന്നതെങ്കിൽ ഘോരായ, ഭഗവാൻ ആരായി മാറും? ഘോരനായി മാറും. അത്രയേ ഉള്ളൂ. ശാന്തനും ഘോരനൊക്കെ ആരാ? ഒരേ ഈശ്വരൻ. ബ്രഹ്മാദി ദേവന്മാർ നരസിംഹത്തിനെ കണ്ടപ്പം പേടിച്ചു. പ്രഹ്ലാദം പോയപ്പോഴോ അത്യന്ത ശുദ്ധാകൃതി. എന്തൊരു സൗന്ദര്യം, എത്ര ശുദ്ധൻ ആണ്. ആ വെഞ്ചാമരത്താടി മാറ്റി നോക്കുകയാണ് ആര്? പ്രഹ്ലാദൻ. ഇതെൻ്റെ ഭഗവാനല്ലേ, എൻ്റെ ഗോവിന്ദനല്ലേ എന്നാണ്. ഒരേ ഈശ്വരൻ. അത് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അതിൻ്റെ പ്രഭാവം. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് വന്ന് രക്ഷിക്കണം. മാതൃപ്രപന്ന പശുപാശ വിമോക്ഷണായ. അങ്ങയ്ക്ക് രക്ഷിക്കാൻ സാധിക്കും, അങ്ങയ്ക്ക് സാധിക്കുള്ളൂ. അതാണ് തിരിച്ചറിവ്. ഭാര്യയ്ക്ക് പറ്റൂ, പിടിയാനകൾക്ക് പറ്റൂ. അവരെ പിടിച്ചിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ മുതല. അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. എന്താണ്? നമ്മൾ എന്നെ രക്ഷിക്കണമെന്ന് വേറെ ആളോട് പറയുമ്പോഴേ അയാൾ നമ്മളോട് പറയും, നിങ്ങൾക്ക് ഇത്രയല്ലേ ഉള്ളൂ, ഇനി എൻ്റെ കഥ കേൾക്കണോ? അപ്പം നമ്മൾ മനസ്സിലാക്കും, ഇത്ര പ്രശ്നമൊക്കെ ഇല്ല കേട്ടോ, അത്രയേ ഉള്ളൂ. അയാളിങ്ങനെ നടക്കുന്നുണ്ടെന്നല്ലാണ്ട് അയാളുടെ പ്രശ്നം അയാൾക്കറിയാം. ആർക്ക് സാധിക്കും എന്നാണ്. പക്ഷെ ഭഗവാന് പറ്റും. ഭഗവാൻ എവിടെയും കെട്ടിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ നമ്മളുടെ കെട്ടഴിക്കാൻ പറ്റും. കാരണം ഭഗവാൻ ആരാ? മുക്തായ, മുക്തനാണ്. ആരാണ്? ഭഗവാൻ ആരെങ്കിലും കെട്ടിട്ടുണ്ടോ? പറയാറുണ്ട് നമ്മൾ. യശോദാമ്മ പരൻ പണ്ട് ഒരലിൻ്റെ മോള് കെട്ടിട്ടിട്ടില്ലേ? സുധാമാവ് പണ്ട് അതിലെ സുധാമ എന്ന് പേര് വന്നത്. നമ്മൾ പറയണു ഭക്തി കൊണ്ട് കെട്ടിട്ടു എന്നൊക്കെ പറയാന്നേ ഉള്ളൂ. ഭഗവാനെ കെട്ടാൻ സാധിക്കുന്നുണ്ടോ? ഭഗവാൻ ഒറ്റയ്ക്ക് കെട്ടി നിൽക്കുക. എന്താണ്? സുധാമാവ് കെട്ടിയതൊന്നുമല്ല, ഒരലിൻ്റെ മുകളിൽ അമ്മ കെട്ടിയതാ. അമ്മ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ അതിൻ്റെ ഇടയ്ക്ക് ആ നളഗോപുര മണിഗ്രീവന്മാരെ കട്ടഴിച്ചു വിട്ടു. എവിടെ? സ്വയം കെട്ടിൽ പെട്ടുകൊണ്ടേ എന്ന് പറഞ്ഞാൽ അർത്ഥം കാണിച്ചു കൊടുത്ത് അറിയേണ്ടവർക്ക് അറിഞ്ഞോളൂ. എന്നെ ആരും. പിന്നെ അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് കെട്ടി ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ഭഗവാനൊന്ന് ചുറ്റി, അത്രയേ ഉള്ളൂ. അല്ലാതെ ആർക്ക് കെട്ടാൻ പറ്റും? മുക്തായ, ഇവിടെ മുക്തനായിട്ടൊരാൾ അങ്ങ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഈ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒന്നും ആശ്രയിക്കുന്നില്ല. ഞാൻ അങ്ങയെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അല്ല, ഇനിയിപ്പോൾ അവരെ ആശ്രയിച്ചാൽ ഇനി അവരെ കെട്ടിപ്പെട്ടിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല. കെട്ടിൽ പെട്ടിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ലാഭം ആഗ്രഹിക്കും. കെട്ടഴിക്കണം വെച്ചാലേ നമ്മളതിൽ ആഗ്രഹിക്കില്ലേ? നമ്മളെ കെട്ടിട്ടിട്ടില്ലെങ്കിൽ പോലും അടുത്തുള്ള ആൾ കെട്ടഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക? കെട്ടൊക്കെ അഴിച്ചരാ, എനിക്കെന്താ കിട്ടുക? ഞാൻ കെട്ടഴിച്ചുകൊണ്ട് എന്താ എനിക്ക് ലാഭം എന്ന് ചോദിക്കില്ലേ? ഭഗവാൻ ചോദിക്കുമോ? ഗജേന്ദ്ര, ഞാൻ മുതലയുടെ പിടിന്ന് രക്ഷിക്കുക, എനിക്കെന്താ താൻ തരിക? മഞ്ഞപ്പട്ട് സമർപ്പിക്കുമോ? കദളിപ്പഴം, കളിക്കണ്ട മുന്തിരി ഒന്നും ചോദിക്കില്ല. കാരണം അങ്ങ് ആരാണ്? മുക്തായ ഭൂരി കരുണായ നമോലയായ. ഭഗവാന്റെ പേരാണെന്ത്? ഭൂരി കരുണായ. ഇത്ര വെറും കരുണയല്ല, ഭൂരി കരുണായ. ഇത്രയ്ക്ക് കാരുണ്യമുള്ള ഒരാളൊന്ന് കാണിച്ചു തരൂ. ഭഗവാനെപ്പോലെ കാരുണ്യമുള്ള ഒരാളെ ലോകത്ത് കാണില്ല. അത്രയ്ക്കും കാരുണ്യമല്ലേ ഭഗവാനെ? അങ്ങയ്ക്ക് എന്ത് തരാൻ ആണ്? എന്താ അങ്ങയ്ക്ക് ഇല്ലാത്തത്? ലക്ഷ്മി വല്ലഭനായ ഭഗവാന് നമ്മൾ ലേശം എന്തെങ്കിലും കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഭഗവാൻ നിത്യതൃപ്തനാണ്. ഭഗവാനൊന്നും ആവശ്യമില്ല. പിന്നെ എന്തേ വേണ്ടു? അത് കൂടെ വയ്ക്കുമ്പോൾ മനസ്സും കൂടി വെച്ചാൽ മതി, ഇത്രയേ വേണ്ടു. ഭഗവാനൊന്നും ആവശ്യമില്ല. നമുക്ക് സമാധാനത്തിന് എന്തേ വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വയ്ക്കുമ്പോൾ എന്ത് വേണം? മനസ്സ് വയ്ക്കുന്നുണ്ടോ? അതാണ്. അതേ ഭഗവാൻ നോക്കുള്ളൂ. ഭൂരി കരുണായ നമോലയായ. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് വന്ന് രക്ഷിക്കണേ. ശരിയാണ്, ആ മുതല കടിച്ച സമയത്തൊക്കെ ഒരു പ്രയാസം തോന്നിയിരുന്നെങ്കിലും ഇപ്പം എനിക്ക് മനസ്സിലായി, മുതല കടിച്ചപ്പോൾ പ്രയാസം തോന്നാൻ കാരണം ഞാൻ ഈ ശ്ലോകം ജപിക്കാത്തതുകൊണ്ടാണ്. എന്താണ്? ഇത്രയും കാലം ഇത് ജപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ദുഃഖം ഉണ്ടായത്. ഇപ്പം ഞാനത് ചൊല്ലി ഇങ്ങനെ വരുമ്പം ഇപ്പം എനിക്ക് എന്തില്ല, സംഗതി മുതല കടിച്ചിട്ടുണ്ട്, തടാകത്തിൽ ആണ്ട് പോവുകയാണ്, എന്നാൽ പോലും എനിക്ക് വലിയ ദുഃഖം തോന്നുന്നില്ല. നമുക്കുള്ള മറുപടിയാണ്. നമ്മൾ പ്രശ്നങ്ങളിങ്ങനെ പറയുകയാണ്. മക്കളെ പ്രശ്നം, ഭർത്താവിൻ്റെ പ്രശ്നം, ജോലി പ്രശ്നം, പല പല പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളല്ലാണ്ട് മാറണമെങ്കിൽ ഇതൊക്കെ മുതലയാണ്. ഇപ്പം ആ മുതലയൊന്നും ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കണമെങ്കിൽ ഉള്ള വഴി പറയാണ്. ഏകാന്തിനോ യസ്യന കഞ്ചനാർത്ഥം വാഞ്ചന്തിയേ വൈ ഭഗവത് പ്രപന്നാഹ അത്യദ്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാഹ. അങ്ങയുടെ ഈ മഹിമ അങ്ങനെ ഓർത്തു തുടങ്ങിയപ്പം, ഈ നിർഗുണ പരബ്രഹ്മത്തെ സ്തുതിച്ചു തുടങ്ങിയപ്പം, ഈ ഉപനിഷത്തൊക്കെ ഞാൻ വിചാരം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്കിപ്പോൾ എന്ത് തോന്നുന്നില്ല, ഈ മുതലൊന്നൊരു പ്രശ്നമായിട്ട് ഈ തടാകം എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ആനന്ദ സമുദ്രമഗ്നാഹ. എന്ത് സമുദ്രം?
ആനന്ദസമുദ്രമായി മാറി. ഇതുവരെ ദുഃഖസമുദ്രമായിരുന്നു, ഭവസാഗരമായിരുന്നു, ഭവാർണവായിരുന്നു. ഇപ്പം എന്തായി മാറി? ആനന്ദസമുദ്രമഗ്നാഹ. ഇപ്പം ആ ദുഃഖം എവിടെ പോയി? ഇത്രയും കാലം എന്നെ ദ്രോഹിച്ച ലോകം ഇപ്പം എനിക്ക് സുഖം തരണമല്ലോ. എന്നെ ബുദ്ധിമുട്ടിച്ച ആ വിഷമങ്ങളൊക്കെ ഇപ്പം എവിടെ പോയി? കാണാനില്ല. വിഷമമൊന്നും വിഷമായി തോന്നുന്നില്ല. എന്താ കാരണം? ഭാഗവതം പഠിക്കാൻ തുടങ്ങിയത് കൊണ്ട്. അതാണ് താല്പര്യം. പരാതി നിന്നു. അതുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഈ മുതലയുടെ പിടിന്ന് രക്ഷപ്പെടുത്തണമെന്നല്ല. ഈ മുതലല്ലെങ്കിൽ വേറെ മുതല വന്ന് പിടിക്കും. നമ്മളെയൊക്കെ എത്ര മുതലകൾ പിടിച്ചു. കുട്ടിക്കാലത്ത് കളിപ്പാട്ടം എന്ന മുതല പിടിച്ചു. അത് കിട്ടിയപ്പം പിന്നെ സ്കൂൾ പഠിത്തം എന്നുള്ള മുതലേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജോലി എന്ന മുതല പിടിച്ചു. ജോലി വേണം, ആഗ്രഹമാണ് ഈ മുതല. അതാണ്. ഇപ്പം ആഗ്രഹമൊന്നും ഇല്ലാണ്ടിരിക്കുകയാണോ? ആണോ? ഇപ്പം നമുക്കൊക്കെ എത്ര പ്രായമായി? എൻ്റെ നിൽക്കട്ടെ, നിങ്ങൾക്കൊക്കെ എത്ര പ്രായമായി? ആണ്. 10-60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവേണ്ടതാണല്ലോ. ഗോദ്രേജൊക്കെ ഉള്ളതുകൊണ്ട് തോന്നണില്ല, എന്നാലും ഉണ്ടാവേണ്ടതാണ്. അത്യാവശ്യം ഒക്കെ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ടാവും, ബന്ധുക്കളൊക്കെ ഉണ്ടാവും, പേരക്കുട്ടികളൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും മുതല കടിക്കാണ്ടിരിക്കണ്ടോ? ഇപ്പം എന്തേ ആഗ്രഹം ഉണ്ടോ ചോദിച്ചാൽ ഒരൊറ്റ ആഗ്രഹം കൂടിയുള്ളൂ. തീർന്നിട്ടില്ല എന്നർത്ഥം. ആ ആഗ്രഹം കഴിഞ്ഞാൽ അടുത്ത് വരും. ആ ആഗ്രഹം കഴിഞ്ഞാൽ അടുത്ത് വരും. ഇത് എപ്പോഴും മുന്നിലൊന്നും ഉണ്ടാവും. ഇതാണ് മുതല. അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ മുതലല്ലെങ്കിൽ വേറൊരു മുതല വരും. എനിക്കെന്താ ആഗ്രഹിച്ചാൽ ഭഗവാനെ ഒരു മുതലിൽ നിന്നെ കടിക്കരുത്, ഒരാഗ്രഹവും എനിക്ക് നീ ഉണ്ടാവരുത്. അങ്ങയല്ലാണ്ട് വേറൊന്നും എനിക്കിപ്പോൾ ആഗ്രഹമില്ല. അതുമാത്രമേ പ്രാർത്ഥനയുള്ളൂ എന്ന് പറയുമ്പോഴും ബ്രഹ്മാദി ദേവന്മാർ നോക്കി നിൽക്കുകയാണ്. നമുക്ക് പരാതിയാണ്, എന്താ ബ്രഹ്മാവ് വന്ന് രക്ഷിക്കാഞ്ഞു, എന്തുകൊണ്ട് മറ്റേ വരുണം പോയി രക്ഷിച്ചില്ല, എന്തുകൊണ്ട് ഇന്ദ്രൻ രക്ഷിച്ചില്ല? അവർക്ക് പറ്റില്ല. അതന്നെ, അവരെയും കടിച്ചിട്ടുണ്ട് മുതല. അവരെങ്ങനെ രക്ഷപ്പെടുത്തും? നമുക്ക് പലരും രക്ഷപ്പെടുത്താൻ പറ്റണില്ലല്ലോ. എന്താ കാരണം? നമ്മൾ പറയും അത് ചോദിക്കാൻ എനിക്കെന്താ അധികാരമുണ്ട് ഇല്ലേ? ഞാനത് ചോദിക്കാൻ പോയ ആൾ എന്നോട് ഇങ്ങനെ ചോദിക്കില്ലേ? പിന്നെന്താ കഥ? എനിക്കെൻ്റെ കാര്യം തന്നെ നോക്കാൻ പറ്റണില്ല, പിന്നെ ഇപ്പോൾ അയാളുടെ കാര്യത്തിൽ ഞാനങ്ങനെ ഇടപെടും? അതിൻ്റെ വിഷയം. ദേവന്മാർ പോലും സ്വതന്ത്രരല്ല. അവർക്കങ്ങനെ ഗജേന്ദ്രനെ രക്ഷിക്കാൻ സാധിക്കും? അവരൊരു തീരുമാനം എടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം. ബ്രഹ്മാവ് പറയാം, ദേവന്മാരെ ആ ഗജേന്ദ്രൻ ചൊല്ലുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ടോ നമുക്ക് ചൊല്ലിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ അർച്ചിക്കാം. എന്താ കാരണം? നമ്മളീ മുതല കടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിത് ചൊല്ലേണ്ടവരാ. അതുകൊണ്ട് ഗജേന്ദ്രനെ മാറി നിന്ന് കാണാതെ ഒപ്പം കൂടി ശ്ലോകം ചൊല്ലൂ. അതാണ് വേണ്ടത്. നമ്മൾ മാറി നിൽക്കുക. ഗജേന്ദ്രന് മുതല കടിച്ചു, നന്നായി തിരുമേനി, കടിക്കട്ടെ. ഗജേന്ദ്രനൊക്കെ ഒന്നും കടിച്ചിട്ടില്ല. അതിനേക്കാൾ നല്ല കടി നമുക്കാണ് കിട്ടിയത്. ഗജേന്ദ്രൻ ഒന്നുമില്ല, തടാകമാണ്. തടാകത്തിൽ തിരമാലല്ല, വലിയ ആഴമൊന്നും ഉണ്ടാവില്ല, വലിയ അപകടമൊന്നും ഉണ്ടാവില്ല. നമ്മൾ സമുദ്രത്തിലാണ് പെട്ടത്. മാമുദ്ധര ഭവാർണവാത്. സമുദ്രത്തിന് കരണ്ടോ? തടാകത്തിന് കരല്ലേ? എങ്ങനെയും നീന്തി പോരാൻ പറ്റും. വലിയ തിരമാലകളൊന്നും ഉണ്ടാവില്ല, വലിയ ജീവികളൊന്നും ഉപദ്രവിക്കുന്ന ജീവികളുണ്ടാവില്ല. നമ്മൾ പെട്ടത് വലിയ സമുദ്രത്തിലാണ്. അനവധി തിരമാലകൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഗജേന്ദ്രനേക്കാൾ ക്ലേശം അനുഭവിക്കുന്നത് നമ്മളാണ് എന്നുള്ളത് കൊണ്ട് ഗജേന്ദ്രനേക്കാൾ തീവ്രമായിട്ട് ശാസ്ത്രം പഠിക്കേണ്ടത് നമ്മളല്ലേ? എത്ര ഉപനിഷത്ത് പഠിക്കണം, എത്ര വിചാരം ചെയ്യണം, എത്ര നേരം ഇത് ധ്യാനിച്ചിരിക്കണം. അതുകൊണ്ട് നമുക്കുള്ള പാഠം ആണിത്.